തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്ന CPM യോഗങ്ങളിൽ നേതാക്കൾക്കും നേതൃത്വത്തിനുമെതിരായ വിമർശനങ്ങൾ കടുക്കുന്നു. നേമത്ത് വി ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ നേതാക്കൾ BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു. ആലപ്പുഴയിൽ G സുധാകരന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഏരിയ കമ്മിറ്റി അംഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തുറന്നു പറയാനുള്ള അവകാശം കിട്ടിയതോടെ ഇതുവരെ മിണ്ടാത്തവരും മിണ്ടിത്തുടങ്ങി. ജില്ലാ നേതൃയോഗങ്ങളെക്കാൾ കടുത്ത വിമർശനങ്ങളാണ് നാടൻ ഭാഷയിൽ ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ ഉണ്ടാകുന്നത്. നേമത്ത് BJP നേതാക്കളിൽ നിന്ന് ചിലർ പണം കൈപ്പറ്റിയാണ് വി ശിവൻകുട്ടിയെ തോൽപ്പിച്ചതെന്നും കമ്മീഷനെ വെച്ചാൽ പാർട്ടിക്ക് മുന്നിൽ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും ചില അംഗങ്ങൾ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പങ്കെടുത്ത യോഗത്തിലാണ് ഇക്കാര്യം അംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. MV ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുരച്ചു ചാടുന്ന നായയായി മാറി. ഗോവിന്ദൻ കടിക്കുമോ എന്ന് ചില വോട്ടർമാർ നേരിട്ട് ചോദിച്ചുവെന്ന് ചിലർ വിമർശിച്ചു. ഭാര്യയ്ക്ക് സീറ്റ് ഉറപ്പിച്ച ശേഷമാണ് MV ഗോവിന്ദൻ ഗിരിപ്രഭാഷണം നടത്തുന്നത്. കൊച്ചുകുട്ടികൾ പോലും പിണറായി വിജയനെ മാൻഡ്രേക്ക് എന്നാണ് വിളിക്കുന്നതെന്നും ചിലർ പരിഹസിച്ചു. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി യോഗത്തിൽ G സുധാകരനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായി. G സുധാകരൻ കൊടും വഞ്ചകനാണ്, മരിച്ചാലും രക്തപതാക പുതപ്പിക്കരുത്. ജില്ലാ സെക്രട്ടറി നാസറിന്റെ തലയിൽ നെല്ലിക്കാത്തളം വെക്കണം, ബോധമില്ലാതെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചത് പേരിന് മാത്രമാണെന്നും ചില അംഗങ്ങൾ വിമർശിച്ചു. വി കുഞ്ഞികൃഷ്ണനു വേണ്ടി പയ്യന്നൂരിലെ പാർട്ടി നേതാക്കൾ തന്നെ വോട്ട് മറിച്ചതായി ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുണ്ടായി. തലയിൽ മുണ്ടിട്ടു നടക്കേണ്ട ഗതികേടിലാണ് നിലവിലുള്ളത്. രക്തസാക്ഷി ഫണ്ട് മുക്കിയെന്ന് കേട്ടാൽ ഏത് CPM കാരനാണ് വോട്ട് ചെയ്യുന്നത് എന്ന ചോദ്യവും ഉയർന്നുവന്നു. ജൂൺ 6, 7, 8 തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് അവലോകനം പൂർണ്ണമായും CPM സംസ്ഥാന നേതൃത്വം വിലയിരുത്തുക. മീഡിയ 1 തിരുവനന്തപുരം.